ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഇത് MIയുടെ ട്രൂ ഇയർലെസ് ബഡ്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതൊരു അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ബോക്സിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ചാർജിങ് കേസും ആ ഒരു ചാർജിങ് കേസിൻ്റെ ഉള്ളിൽ 2 ഇയർബഡ്സും ആണ്. പിന്നെ വരുന്നത് ഇയർ ടിപ്പാണ്. ഇയർ ടിപ്പിൽ 2 വരുന്നുണ്ട് ഇതിൽ, സ്മോൾ സൈസും ലാർജ് സൈസും. ഇതിലിപ്പോൾ നമുക്ക് ഡിഫാൾട്ടായിട്ട് മീഡിയം സൈസിലുള്ള ഇയർ ടിപ്സാണ് കിട്ടുന്നത്. അപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ വരുന്നത് കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 4000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമിയുടെ ഇയർബഡ്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് അതിൻ്റെ പകുതി വിലക്ക് വരുന്ന റെഡ്മിയുടെ ഇയർബഡ്സിനെ കുറിച്ചിട്ട് ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോഡക്റ്റ് മേടിക്കാമെന്ന് വെച്ചാൽ banggood.com എന്നുള്ള ഷോപ്പിംഗ് സൈറ്റ് വഴി ഈ പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാവുന്നതാണ്. പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ പ്രോഡക്റ്റ് വരുന്നത് ഏകദേശം 2200 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടാവും, ഇത് ചൈനയിൽ നിന്ന് വരുന്ന സാധനമല്ലേ, അപ്പോൾ കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കാര്യം അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ തന്ന എക്സ്പ്ലനേഷൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇവരുടെ സ്റ്റഡീസൊക്കെ അനുസരിച്ചിട്ട് കൊറോണ വൈറസിന് സർഫസിൽ അധികം സ്റ്റെബിലിറ്റി ഇല്ല. മനുഷ്യരിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ ഇത് പകരുള്ളൂ എന്നുള്ളതാണ്. പാർസലൊക്കെ സെൻഡ് ചെയ്യുമ്പം ഇത് പകരില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ്, സേഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ചാർജിങ് ബോക്സും പിന്നെ 2 ഇയർബഡ്സും. ചാർജിങ് ബോക്സ് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയുമായിട്ടാണ്. എന്ന് വിചാരിച്ചിട്ട് അത്ര ലോക്കൽ ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് തന്നെയാണ് ഈ ഒരു ചാർജിങ് ബോക്സ് വരുന്നത്. പിന്നെ ചാർജിങ് ബോക്സിൻ്റെ ബാക്കിൽ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പം ബോക്സിൽ ചാർജറൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ സാധാരണ ഫോണിൻ്റെ ചാർജർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പം ഫ്രണ്ടിൽ ഒരു റെഡ് ലൈറ്റ് കത്തും. ചാർജ് ഫുള്ളായാൽ ആ ഒരു റെഡ് ലൈറ്റ് ഓഫ് ആവും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ചാർജിങ് ബോക്സ് വലിയ സൈസ് വരുന്നില്ല, അതുപോലെ തന്നെ അധികം വെയിറ്റും വരുന്നില്ല. അപ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ സുഖമായിട്ട് ഇട്ട് കൊണ്ടു നടക്കാം. ഞാൻ പോക്കറ്റിലിട്ടപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ഇയർബഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കില്ല. അങ്ങനെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചാർജിങ് ബോക്സിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്യുക. പിന്നെ ഈ ഇയർബഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇയർബഡ്സിൻ്റെ പുറത്ത് ഒരു ബട്ടൺ വരുന്നുണ്ട്. ആ ഒരു ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ് ഓൺ ആക്കുകയും അതുപോലെ തന്നെ ഓഫ് ആക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫോണായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഫോണിൽ കോൾ വന്നാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബട്ടൺ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്താൽ കോൾ ഡിസ്കണക്റ്റ് ആവും. പിന്നെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ അത് പോസ് ആവും. ഒരു പ്രാവശ്യം കൂടി അത് ഞെക്കിയാൽ അത് വീണ്ടും പ്ലേ ആവും. പിന്നെ ഈ ഒരു ഇയർബഡ് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയുമായിട്ടാണ്. എന്നാലും തരക്കേടില്ലാത്ത ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഇയർബഡ്സ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം 6 പ്രാവശ്യം നിലത്ത് വീണിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. 6 പ്രാവശ്യം നിലത്ത് വീണു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കറക്റ്റ് ചെവിയിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അതിന് ഒരു കാരണമുണ്ട്. എൻ്റെ ചെവിയിൽ നടുവിൽ വരുന്ന മടക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. അപ്പം ഈ ടൈപ്പിലുള്ള ഹെഡ്സെറ്റ് സാധാരണ എൻ്റെ ചെവിയിൽ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇയർബഡ്സും എൻ്റെ ചെവിയിൽ നിൽക്കാത്തത്. എന്നാലും ഈ ഹെഡ്സെറ്റിനേക്കാളും ബെറ്ററായിട്ട് ഈ ഇയർബഡ്സ് എൻ്റെ ചെവിയിൽ നിൽക്കുന്നുണ്ട്. ലെഫ്റ്റിൽ വരുന്ന ഇയർബഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. റൈറ്റിൽ വരുന്ന ഇയർബഡിനാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. പിന്നെ ഞാൻ വേറെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അവർ പറയുന്നത് രണ്ടും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ടൈപ്പ് ഹെഡ്സെറ്റ് നിങ്ങളുടെ ചെവിയിൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ ഈ ഇയർബഡ്സ് എന്തായാലും നല്ല രീതിയിൽ തന്നെ നിൽക്കും. പിന്നെ ഈ ഇയർ ടിപ്പ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ബോക്സിൽ സ്മോൾ സൈസിലുള്ളതും അതുപോലെ തന്നെ ലാർജ് സൈസിലുള്ളതും വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ഇയർബഡ്സ് എങ്ങനെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഇയർബഡ്സ് എടുക്കുക, എന്നിട്ട് ഈ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് ഇത് ഓണാക്കുക. ഇത് ഓണാകുമ്പം ഒരു വൈറ്റ് ലൈറ്റ് ഇവിടെ കത്തും. ഇത് രണ്ടും ഓണായാൽ ഈ 2 ഇയർബഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവും. അതിനുശേഷം നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക.
ബ്ലൂടൂത്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ പെയർ ന്യൂ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിവൈസിൻ്റെ പേര് ഇവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. പെയറിംഗ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റ് ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫോണിൽ നമ്മൾ ഒരു പ്രാവശ്യം പെയർ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇയർബഡ്സ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇയർബഡ്സിൽ നമുക്ക് ഓരോന്നിലും 43 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ ചാർജിങ് കേസിൽ 300 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കലി എത്ര നേരം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ഇയർബഡ്സ് നമുക്ക് കണ്ടിന്യൂസ്ലി 4 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂറൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം നോർമലായിട്ട് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 10 മണിക്ക് കണക്ട് ചെയ്തിട്ട് രാത്രി 8 മണി ആവാനായപ്പോഴാണ് ഫുള്ളായിട്ട് ചാർജ് തീർന്നത്. അതിൻ്റെ ഇടയിൽ ഫുൾ ടൈം ഫോണായിട്ട് കണക്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ കോൾ ചെയ്തു. പിന്നെ 1 മണിക്കൂറോളം യൂട്യൂബ് വീഡിയോസ് കണ്ടു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു. പിന്നെ ഈ ചാർജിങ് കേസിൽ നമ്മൾ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെച്ചാൽ ആ ഒരു ചാർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇയർബഡ്സ് ഏകദേശം 4 പ്രാവശ്യം ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. അതായത് ഇയർബഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് 16 മണിക്കൂർ പ്ലേ ചെയ്യാനുള്ള ഒരു ചാർജ് നമുക്ക് ഈ ചാർജിങ് കേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് കേസ് ഫുള്ളായിട്ട് ചാർജ് ആവാൻ ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റുമാണ് എടുക്കുന്നത്. പിന്നെ ഇയർബഡ്സ് ഫുള്ളായിട്ട് ചാർജ് ആവാൻ ഏകദേശം 50 മിനിറ്റാണ് എടുക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ സാധാരണ യൂസ് ചെയ്യൽ ഈ ഒരു നോർമൽ ഹെഡ്സെറ്റും പിന്നെ സോണിയുടെ ഈ ഒരു ഹെഡ്ഫോണുമാണ്. ഇതിൻ്റെ ലൗഡ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 2 ഹെഡ്സെറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൗഡ്നെസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു നോർമൽ ഹെഡ്സെറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സോണിയുടെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലാരിറ്റിയും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു നോർമൽ ഹെഡ്സെറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാസാണ് നമുക്കിതിൽ കിട്ടുന്നത്. സോണിയുടെ അത്ര ബാസ് ഇതിൽ വരുന്നില്ല. അത് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സോണിയുടെ XB സീരീസിൽ വരുന്ന ഹെഡ്സെറ്റാണ്. അതായത് എക്സ്ട്രാ ബാസ്. അപ്പം ബാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരുന്ന ഒരു ഹെഡ്ഫോണാണിത്. പിന്നെ കോൾ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഈ ഒരു നോർമൽ ഹെഡ്സെറ്റായിരുന്നു കോൾ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അവൻ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അങ്ങോട്ട് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്നോട് പറയും ഈ മൈക്ക് അടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിക്കുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു മൈക്ക് അതിനേക്കാളൊക്കെ വിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കേൾക്കുമോ എന്നുള്ളൊരു സംശയം. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നവും വന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്ന സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൗഡായിട്ടും കേൾക്കുന്നുണ്ട്. ഈ ഒരു ഹെഡ്സെറ്റിനേക്കാളൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇയർബഡ്സ് നമ്മൾ ചെവിയിൽ വെക്കുമ്പം ചെറിയ രീതിയിലൊക്കെ പുറത്തുള്ള സൗണ്ട് ക്യാൻസലായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം, ഞാൻ ഈ ഒരു നോർമൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഫാൻ ഇട്ടാലൊന്നും അപ്പുറത്ത് ഓപ്പോസിറ്റിലുള്ള ആൾ അറിയാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഇയർബഡ്സ് വെക്കുമ്പോൾ അങ്ങനെയല്ല. ഫാനൊക്കെ ഇട്ടാൽ അപ്പുറത്തെന്താ സൗണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സൗണ്ട് വരെ ക്യാപ്ചർ ചെയ്തിട്ട് അത് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ അതൊരു അസൗകര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സൗണ്ട് ക്യാപ്ചർ ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാനുള്ള ആ ഒരു റേഞ്ച് അത് കുറച്ചൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളതാണ്. പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. മൊബൈൽ ഫോൺ പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സിനിമ പ്ലേ ചെയ്യുമ്പോഴൊക്കെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ആകെ ഒരു പ്രാവശ്യമാണ് സൗണ്ട് കേൾക്കാൻ പറ്റിയത്. അതും തീരെ ക്ലിയർ ഇല്ലായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ ചില ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത പ്രശ്നം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വെബ് ക്യാം ഒന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. പിന്നെ ചെറിയ വൈറസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഇനി അതുകൊണ്ടൊക്കെയാണോ ഈ ഒരു പ്രശ്നം എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും. ബാക്കിയുള്ളവർ ഫസ്റ്റ് കമൻറ്റ് നോക്കുക. ഈ ഒരു പ്രശ്നം വേറെ ഏതെങ്കിലും യൂസേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യാനും അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇത് സുഖമായിട്ട് നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം. പിന്നെ ബാക്കി യൂസ് ചെയ്തവർ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ ചെവിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈസ കുറച്ച് കുറഞ്ഞു കിട്ടും.